ഹലോ സ്റ്റുഡൻസ്, നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ആ ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതുവഴി കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലേ? ആവശ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് നമുക്ക് ലക്ഷ്യങ്ങൾ, ആവശ്യങ്ങൾ എന്നൊക്കെ പറയാം അല്ലേ. 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പേരിൽ തന്നെ ഉണ്ടല്ലോ. ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും? ഏതൊരു ഓർഗനൈസേഷൻ്റെയും പ്രൊമിനൻ്റ് ആയ അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് വേണമെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് വൺ എന്താ? പ്രോഫിറ്റ്. ഏതൊരു ഓർഗനൈസേഷനും ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വേണമെന്നായിരിക്കും. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുമോ? ഗ്രോത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ഗ്രോത്ത്. ദെൻ സർവൈവൽ. സർവൈവൽ എന്ന് വെച്ചാൽ എന്താ? നിലനിൽപ്പ് ഉണ്ടാവുക അല്ലേ. ഒരു ഓർഗനൈസേഷൻ എന്ത് വേണം? സർവൈവൽ വേണം, അഥവാ നിലനിൽപ്പ് വേണം അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്, ഗ്രോത്ത് ആൻഡ് സർവൈവൽ. മൂന്നും ആലോചിച്ച് വെച്ചൂടെ. ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ആലോചിക്കണം കേട്ടോ നിങ്ങൾ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനെന്തൊക്കെ വേണ്ട വരും? ഗ്രോത്ത് വേണം, നിലനിൽപ്പ് അല്ലേ, സർവൈവൽ വേണം, പ്രോഫിറ്റ് വേണം അല്ലേ. മെയിനായിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റ് 3 പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 2 മാർക്കിന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും സോഷ്യൽ ഒബ്ജക്റ്റീവ്സും ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ 3ഉം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്? ഈ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ടല്ലോ, പേഴ്സൺസ് അല്ലേ. പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സൺസ് എന്ന് ആലോചിച്ചാൽ മതി. ഒരു ഓർഗനൈസേഷനിലെ പേഴ്സൺസ് ആരൊക്കെയാണ്? എംപ്ലോയീസ്, വർക്കേഴ്സ് അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ പറയുന്നത്? ഫെയർ വേജസ് ആൻഡ് സാലറി. അവർക്ക് നല്ല ഫെയർ ആയിട്ടുള്ള വേജ്. ഫെയർ ആയിട്ടുള്ള വെച്ചാൽ മോശമല്ല അതല്ലേ, നല്ല രീതിയിലുള്ള വേജസും സാലറിയും വേണമെന്ന് അവരാഗ്രഹിക്കൂലേ. അതേപോലെ തന്നെ എന്തുണ്ട്? ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നല്ല വർക്കിംഗ് കണ്ടീഷൻ. അവർക്ക് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ അല്ലേ, നല്ല അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ വേണം. പിന്നെ ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ കേസിൽ എന്താണോ ഗ്രോത്ത് എന്ന് പറയുന്നത്? എംപ്ലോയീസിന് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുക? അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴല്ലേ ഗ്രോത്ത് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ആ എംപ്ലോയിക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്ന് പറയണമെങ്കിൽ ആ എംപ്ലോയിക്ക് എന്ത് കിട്ടണം? പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണ്ടല്ലേ. നല്ല സാലറി, നല്ല പ്രൊമോഷൻ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അവരെന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ ആളുകളുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫെയർ വേജസ് ആൻഡ് സാലറി, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. വേണേൽ നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കി എഴുതാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതി കൊടുക്കാം. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് ഇപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുക എന്തൊക്കെ വേണമെന്നുള്ളത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആകുമ്പോൾ ഒരു പേഴ്സൺസ് അല്ലേ, ഒരു ഓർഗനൈസേഷനിലെ പേഴ്സൺസ് എന്ന് വെച്ചാൽ ആരല്ല? എംപ്ലോയീസ് അല്ലേ. എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുക എന്തൊക്കെ വേണമെന്ന്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി അല്ലേ. അപ്പോൾ സൊസൈറ്റിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും എന്നാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ. ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ആ സൊസൈറ്റിയിലെ ആളുകൾക്ക് എന്തുണ്ടാവും? ജോബ് കിട്ടില്ല, എംപ്ലോയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? സൊസൈറ്റിക്ക് വളർച്ച ഉണ്ടാവില്ലേ. അപ്പോൾ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. അതേപോലെ തന്നെ യൂസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ്സ്. എക്കോ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ലേ, എൻവയോൺമെൻറ്റിന് എന്താ പറയുക, മോശമാവാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താ? രീതികൾ അല്ലേ. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ല, എൻവയോൺമെൻറ്റിന് മോശം വരാത്ത രീതിയിലുള്ള മെത്തേഡ്സ് ബിസിനസ് യൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സ്ട്രാ പോയിന്റ്സ് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ആലോചിച്ച് നോക്കിയാൽ കിട്ടും. സൊസൈറ്റിക്ക് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് മാനേജ്മെൻറ്റ് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും കേട്ടോ. അതിന് വേണ്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് യൂസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈ 3 എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. 3ഉം കൃത്യമായിട്ട് പഠിച്ചേക്കാം. 3ലും ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്?
ശരിക്കും ഈ ഇമ്പോർട്ടൻസിൻ്റെ പോയിന്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാനേജ്മെൻറ്റ് ബേസിക് ആയുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ആലോചിച്ചൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻസിലും ഉള്ളൂ. ഫസ്റ്റ് വൺ നോക്കൂ, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ചേർന്നിട്ടാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ. എന്തിനാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇരുന്നിട്ട് ഈ വർക്ക് ചെയ്യുന്നത്? ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി എന്താണെന്നും എഫക്റ്റീവ്നെസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കൂട്ടുമെന്നാണ്. ഉറപ്പല്ലേ? കാര്യക്ഷമത കൂട്ടൂലേ മാനേജ്മെൻറ്റ്? ഒന്നാലോചിച്ച് നോക്ക്. ഇപ്പം മാനേജീരിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? അവരിങ്ങനെ മാനേജീരിയൽ ആക്ടിവിറ്റീസ് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് കൂടും? അവരതിൽ എക്സ്പേർട്ട് ആവും. അങ്ങനെ അവരതിൽ എക്സ്പേർട്ട് ആകുമ്പോൾ അവർക്ക് എന്ത് കൂടും? കാര്യക്ഷമത, എഫിഷ്യൻസി കൂടൂലേ? അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത കൂട്ടുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. ഇതും നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ? മാറ്റങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണെന്ന്. അത് ഓർമ്മിച്ചാൽ മതി. ഡൈനാമിക് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ ഓർമ്മിക്കുക. ദെൻ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലേ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്? ആ എന്തെല്ലാം പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്? നല്ല വർക്കിംഗ് കണ്ടീഷൻ വേണം, നല്ല സാലറി വേണം അല്ലേ? എംപ്ലോയീസിന് എന്തൊക്കെ വേണം നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള പേഴ്സണലായുള്ള നമ്മളെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്താ? മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടില്ലേ? അതന്നെ. ആ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് അല്ലേ? അതല്ലേ പറയുന്നത് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് ഇമ്പോർട്ടൻസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി ഇഷ്ടത്തോടെ പഠിക്കുന്നതാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.